നമസ്കാരം. പ്രധാന വാർത്തകൾ. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേ തീരൂവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സർക്കാരിനെക്കുറിച്ചും നയങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കുന്ന ആളായിരിക്കണം ADGP. RSS പ്രമാണിമാരെ നിരന്തരം സന്ദർശിച്ച് കിന്നാരം പറയുന്ന ഒരാൾ ADGP പദവിയിൽ ഇരിക്കാൻ അർഹനല്ലെന്നും ബിനോയ് വിശ്വം. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിൽ KICBക്ക് വീഴ്ചയില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ വൈദ്യുതി വിതരണത്തിൽ KICB പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ടെന്നും മന്ത്രി. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ ഒറ്റപ്പാലം സ്വദേശിയെ കബളിപ്പിച്ച് 8.5 ലക്ഷം രൂപയുടെ തട്ടിപ്പ്. മാട്രിമോണിയൽ പോർട്ടൽ വഴി നടത്തിയ തട്ടിപ്പിനിരയായത് റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥൻ. പണം ആഗ്ര, നോയിഡ എന്നിവിടങ്ങളിലെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് പോയതെന്ന് പോലീസ് കണ്ടെത്തി. അക്കൌണ്ട് നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു. ആശാവർക്കർമാർക്ക് വേതനം നൽകാതെ അധിക ജോലിയെടുപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിലേക്ക് ആശാ വർക്കേഴ്സ് യൂണിയൻ CITU മാർച്ച്. വേതന വർധനവ് ഉൾപ്പെടെ ആശാപ്രവർത്തകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തീർത്തും ന്യായമെന്നും എൻ സുരേഷ് ബാബു. അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ. ഫണ്ടുകൾ വെട്ടിക്കുറച്ച് പ്രാദേശിക വികസനത്തെ പ്രതിസന്ധിയിലാക്കുന്നു. പുതനൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ ധർണ. സംസ്ഥാനത്ത് ഒക്ടോബർ 4-ന് ചരക്ക് ലോറികളുടെ സൂചനാ പണിമുടക്ക്. ഓൺലൈൻ കേസുകളെടുത്ത് ലോറി ഉടമകളെ ദ്രോഹിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ഡ്രൈവർമാർക്കായി ESI PF പദ്ധതികൾ നടപ്പാക്കണമെന്നും മുഖ്യ ആവശ്യം. 24 മണിക്കൂർ പണിമുടക്കിയതിനു ശേഷവും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ ചരക്ക് നീക്കം പൂർണ്ണമായും സ്തംഭിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ്. കാടിനെയും പ്രകൃതിയെയും അറിയാൻ ഷൊർണൂരിലെ നഗരവനം. 40 ലക്ഷം രൂപ ചെലവിൽ കൊളപ്പുള്ളി IPT പരിസരത്തേക്ക് വനമേഖലയിൽ ഒരുക്കിയ നഗരവനം ഗാന്ധി ജയന്തി ദിനത്തിൽ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ഒക്ടോബർ 8 വരെ പ്രവേശനം സൗജന്യം. വാർത്തകൾ വിശദമായി. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയേ തീരുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസറായ PK ഗോപാലകൃഷ്ണൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം മതിലകത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിനെക്കുറിച്ചും നയങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കുന്ന ആളായിരിക്കണം ADGP. RSS പ്രമാണിമാരെ നിരന്തരം സന്ദർശിച്ച് കിന്നാരം പറയുന്ന ഒരാൾ ADGP പദവിയിൽ ഇരിക്കാൻ അർഹനല്ല. ഈ വിഷയത്തിൽ CPIക്കുള്ളത് ഉറച്ച നിലപാടാണ്. നിലമ്പൂരിലെ MLA എന്തൊക്കെയോ പറയുന്നുണ്ട്. ആഭ്യന്തര കാര്യങ്ങളിൽ ചിലതിനെല്ലാം ഗൗരവമുള്ളതാണെങ്കിലും അവയ്ക്ക് പരിഹാരം വേണം. നിലമ്പൂർ MLA രക്ഷകനല്ല, യഥാർത്ഥ രക്ഷകർ ജനങ്ങളാണ്. ഇടതുപക്ഷ ആശയത്തോട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ലവലേശം ആത്മാർത്ഥതയില്ലാത്ത, പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഹുങ്കിൻ്റെയും രാഷ്ട്രീയത്തെ മാത്രം വലുതായി കാണുന്ന ഒരാൾ പെട്ടെന്ന് പൊട്ടിമുളച്ചിട്ട് ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അത് കേട്ട് CPIയുടെയോ CPMൻ്റെയോ LDFൻ്റെയോ ഒരാൾ പോലും പോകാൻ പോകുന്നില്ല. CPIക്കും CPMനും വേറെ വേറെ വഴിയല്ല, ഒരേ വഴിയാണ്. അത് സത്യത്തിൻ്റെ നേരിൻ്റെ വഴിയാണ്. ചിലപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇപ്പോൾ വേറെയായിരിക്കാം, പക്ഷേ ആ ഉത്തരമെല്ലാം ഒന്നാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മാറ്റിയേ തീരുവെന്ന് CPI ഖണ്ഡിതമായി പറയുന്നു. എന്തുകൊണ്ട്? LDFന്റെ ഗവൺമെന്റാണത്. ഇടതുപക്ഷ മാനസികന്ന് ബോധ്യമുള്ള സർക്കാരാണ് LDF ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണികളെ പറ്റി ബോധ്യമുണ്ടാകണം. വിഷയങ്ങൾ ഏതുമാകട്ടെ. നിലമ്പൂരിലെ MLA എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങളിൽ ചിലതെല്ലാം ഗൗരവമുള്ളതാണെങ്കിൽ അവയ്ക്ക് പരിഹാരം വേണമെന്നും CPI പറയും. പക്ഷേ പരിഹാരം ഇടതുപക്ഷ പരിഹാരമായിരിക്കണം, അല്ലാതെ എന്തെങ്കിലും ആകാൻ പാടില്ല. ഈ ഭാഗത്ത് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തീർക്കാൻ വേണ്ടിയുള്ള പരിഹാരങ്ങൾക്കെല്ലാം CPIക്ക് ഖണ്ഡിതമായ അഭിപ്രായമുണ്ട്. ഇടതുപക്ഷ പോംവഴിയേ ഉള്ളൂ, വേറൊരു പോംവഴി പാടില്ല. ഉണ്ടായാൽ ഇടതുപക്ഷം അല്ലാതായി പോകും. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ലൈബ്രറിയുടെ ഉദ്ഘാടനവും റവന്യൂ മന്ത്രി K രാജൻ മീറ്റിംഗ് ഹാളിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ പതാക ഉയർത്തി. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ VS സുനിൽകുമാർ, KG ശിവാനന്ദൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി നിരവധി പ്രവർത്തകർ അണിനിരന്ന പ്രകടനവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
തിരുവനന്തപുരം SAT ആശുപത്രിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിൽ KICBക്ക് വീഴ്ചയില്ലെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. ആശുപത്രികളിലെ വൈദ്യുതി വിതരണത്തിൽ KICB പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ടെന്നും മന്ത്രി പറഞ്ഞു. SATയിലെ വൈദ്യുതി തടസ്സവുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം ആരോഗ്യവകുപ്പുമായി നേരിട്ട് ചർച്ച നടത്തും. ജനറേറ്ററിലെ വാൾവുകൾ ക്ലാവ് പിടിച്ചതാണ് വൈദ്യുതി ബന്ധം തകരാറിലാവാൻ കാരണം. ആശുപത്രിയിലെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിൽ KICBക്ക് വീഴ്ചയില്ലെന്നും എന്നാൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതിൽ KICBയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി പ്രാഥമികമായ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. വിശദമായ റിപ്പോർട്ട് ലഭിക്കാൻ KICBയുടെ വിതരണ വിഭാഗം ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറോടും ഇത് പരിശോധിച്ച റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച് ഉചിതമായ നടപടി നാളെ ഓൺലൈനിൽ PWDയിലെ ഇന്നും ആസ്പത്രിയും ഇലക്ട്രിസിറ്റി വഴിയും കൂടിയുള്ള ഒരു PWDയിൽ ഒരു ചർച്ച വെച്ചിട്ടുണ്ട്. ചർച്ച വിളിക്കുന്നുണ്ട്, നാളെ ഓൺലൈനിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഇനി ഇത് വരാതിരിക്കാൻ എന്തൊക്കെ നടപടിയെടുക്കാൻ സ്വീകരിക്കണം. ഇപ്പോൾ മെഡിക്കൽ കോളേജ് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം വന്നുള്ളത്, ഇത് KICBയുടെ മെയിൻ്റനൻസ് ജോലി നടത്തിയിരുന്നു, അങ്ങനെയാണ് ഈ ഒരു ഇലക്ട്രിക് സപ്ലൈ മുടങ്ങിയത്. അത് KICBയുടെ ആ സമയത്ത് ജനറേറ്റർ വർക്ക് ചെയ്യാൻ വരുന്നു, അത് വർക്ക് ചെയ്തില്ലല്ലോ. ജനറേറ്റർ വെച്ചത് എന്തിനാണ്? ഇലക്ട്രിസിറ്റി സപ്ലൈ ഇല്ലാത്ത സമയത്ത് ചെയ്യാനല്ലേ. അത് കഴിഞ്ഞ് സപ്ലൈ വന്നപ്പോൾ അത് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം, പാനലിൻ്റെ ബോർഡിൻ്റെ തകരാറ് വന്നു, അതാണ് ഉണ്ടായത്. ഇതിപ്പോൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച ഉണ്ടായില്ല. ആശുപത്രിയില്ല, മെയിൻ്റനൻസിന് നേരത്തെ ചോദിച്ചു, അപ്പോൾ വൈകി കൊടുക്കാൻ. നമുക്ക് മഴക്കാലത്തിന് മുമ്പുള്ളൊരു മെയിൻ്റനൻസ് വരുമല്ലോ, അതിനുള്ള സമയം കൊടുത്തപ്പോൾ അവർക്ക് സമയം കിട്ടിയില്ല. അവർക്ക് ആശുപത്രി അതിൽ കുറ്റമില്ല, അവരുടെ പ്രശ്നങ്ങളുമുണ്ട്. അത് അവസാനമാണ് ഇന്നലെയാണ് തന്നപ്പോൾ 3 മണിക്കൂർ ഒരു വർക്ക് ചെയ്യുമ്പോഴാണ് ഈ തകരാറ് വന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ ഒറ്റപ്പാലം സ്വദേശിയെ കബളിപ്പിച്ച് 8.35 ലക്ഷം രൂപയുടെ തട്ടിപ്പ്. റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ഘട്ടം ഘട്ടമായി പണം തട്ടിയത്. പണം ആഗ്ര, നോയിഡ എന്നിവിടങ്ങളിലെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് പോയതെന്ന് പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി. മകന്റെ വിവാഹത്തിനായി രജിസ്റ്റർ ചെയ്തിരുന്ന മാട്രിമോണിയൽ പോർട്ടൽ വഴിയായിരുന്നു തട്ടിപ്പ്. ഇതിൽ വർഷ എന്നുപേരുള്ള പ്രൊഫൈലിൽ നിന്ന് വിവാഹബന്ധം സംബന്ധിച്ച് തുടങ്ങിയ ആശയവിനിമയങ്ങളാണ് പിന്നീട് ഓൺലൈൻ ട്രേഡിംഗിലേക്ക് വഴിമാറിയത്. ട്രേഡിംഗ് ആപ്പിൽ പണം നിക്ഷേപിച്ചാൽ ലാഭം ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഇതുപ്രകാരം ഇക്കഴിഞ്ഞ 2-ന് ആദ്യം 40,000 രൂപ നിക്ഷേപിച്ചു. ലാഭവിഹിതമെന്ന നിലയിൽ അന്നുതന്നെ 6,000 രൂപ പരാതിക്കാരൻ്റെ അക്കൗണ്ടിലെത്തി. ഇതിന് പിന്നാലെയാണ് 14 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായി പരാതിക്കാരൻ ബാക്കി തുക തട്ടിപ്പുകാരുടെ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചത്. മുതലും ലാഭവും ലഭിക്കാതായതോടെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്തു. പരാതി ജില്ലാ പോലീസ് മേധാവി മുഖേന ഒറ്റപ്പാലം പോലീസിന് കൈമാറിയതോടെയാണ് FIR രജിസ്റ്റർ ചെയ്തത്. പണം ആഗ്ര, നോയിഡ എന്നിവിടങ്ങളിലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പോയതെന്നാണ് കണ്ടെത്തൽ. അക്കൗണ്ട് നമ്പറുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ആരോഗ്യ പ്രവർത്തകരായ ആശാവർക്കർമാർക്ക് വേതനം നൽകാതെ അധിക ജോലിയെടുപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ CITU പാലക്കാട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു EN സുരേഷ് ബാബു. ആശാവർക്കർമാർ സാമൂഹിക ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്ന സംഭാവനകൾ വിസ്മരിക്കാനാകില്ലെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. കേരളത്തിന്റെ ആരോഗ്യമേഖല രാജ്യത്തിന് തന്നെ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ആരോഗ്യമേഖലയിൽ കേരളം നേടുന്ന മുന്നേറ്റങ്ങളെ തടയാനുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ സജീവമായി തുടരുകയാണ്. ആരോഗ്യമേഖലയ്ക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾക്ക് കേന്ദ്രം ഫണ്ട് തരുന്നില്ല. മറ്റ് സംവിധാനങ്ങളുടെ ജോലി കൂടി ആശാവർക്കർമാർ ഏറ്റെടുക്കുന്നുണ്ട്. അമിത ജോലിക്ക് വേതന വർധനവ്, മാസവേതനത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിലും വർധനവ് എന്ന ആവശ്യം ന്യായമാണെന്നും സുരേഷ് ബാബു പറഞ്ഞു. ഇത്രത്തോളം പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ഇവിടെ ഉദ്ഘാടനത്തിന് വന്നത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു വഴിയില്ലാണ്ടാണ് നിങ്ങളിപ്പോൾ തെരുവിലിറക്കുന്നത്. പക്ഷെ തെരുവിലിറങ്ങേണ്ട സാഹചര്യത്തിലേക്ക് കേരളത്തിലെ LDF ഗവൺമെൻറ് അല്ല തള്ളിവിട്ടത് എന്നും ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. കാരണം
ആശാ വർക്കർമാരെന്ന് പറയുന്ന ഇത്തരം ഒരു ആളുകളെ തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തൊരു കാലഘട്ടം, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാത്തൊരു ഗവൺമെൻറ് ഉണ്ടായിരുന്നൊരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. ആശാ വർക്കർമാർ എങ്ങനെയാണ് നാട്ടിൽ ഒരു അഭിമാനത്തോടു കൂടി എനിക്കൊരു ജോലിയുണ്ട്, ആശാ വർക്കറാണ് എന്ന് പറയാൻ ആ ഒരു ബോധത്തിലേക്ക് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ആശാ വർക്കർമാരും എത്തിയത്. ശൈലിയാപ്പന ഉപകരണവും അധിക വേതനവും നൽകുക, ഉത്സവബത്ത 5000-ഉം ഓണറേറിയം 15000 രൂപയുമാക്കുക, പെൻഷൻ പ്രായം 65 പെൻഷൻ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ രമണി അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ, ആശാ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം അജിത, കെ ശ്രീന, കെ ഹേമലത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഫണ്ടുകൾ വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. കുത്തന്നൂർ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ അവസ്ഥ ചുരുക്കമാക്കിയുള്ള അധ്യക്ഷൻ കേരളത്തിന്റെ സ്ഥിതി വളരെ ദയനീയമാണ്. നിങ്ങളെ മാത്രമല്ല, ഇവിടെ ആരെങ്കിലും തൊഴിലുറപ്പ് പദ്ധതികള് ബിൽഡിംഗ് റോഡ് പണിയെടുക്കുന്ന കെട്ടിട തൊഴിലാളിയാണെങ്കിൽ നിങ്ങളുടെ സേവനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ 16 മാസമായി 2 മാസം കൊണ്ട് 14. സംസ്ഥാന സർക്കാർ പദ്ധതികൾ വെട്ടിച്ചുരുക്കി വികസന പ്രവർത്തനങ്ങൾ മുടക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് ഫണ്ടുകൾ വെട്ടിക്കുറച്ചെന്നും ആരോപിച്ചാണ് കുത്തന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുത്തന്നൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. പ്രതിഷേധ ധർണയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ഹരിദാസൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തോലനൂർ ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇത്തരത്തിൽ നിങ്ങളേക്ക് വിളിച്ചു ചോദിക്കുന്ന ഒരു പ്രക്രിയകൾ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിലുള്ള കോൺഗ്രസിന് ധർണ, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിനുണ്ട് കോൺഗ്രസിന് ധർണ. ജനങ്ങളുടെ ആവശ്യം ഗവൺമെന്റിലേക്ക് എത്തിക്കുക, പഞ്ചായത്തിന് വേണ്ട ഗവൺമെന്റിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരമായി ഈ പഞ്ചായത്ത് മുമ്പിലേക്ക് ക്ഷണിച്ചു. തരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P ബാലൻ, കുത്തന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി T രാജൻ, C കുഞ്ഞുണ്ണി, R മാധവൻ, ഉമ്മർ ഫാറൂഖ്, ഹസീന കാസിം തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റഫീഖ് സ്വാഗതവും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷബീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ ചേർപ്പ് എട്ടുമന പാടത്ത് തലയോട്ടിയും അസ്ഥി കഷ്ണങ്ങളും കണ്ടെത്തി. രാവിലെ പാടത്ത് ഉഴാൻ ട്രാക്ടറുമായി പോയ പ്രദേശവാസിയാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടത്. അസ്ഥികൂടം 1.5 മാസം മുമ്പ് കാണാതായ ആളുടേതാണെന്ന് പോലീസ് സംശയിക്കുന്നു. അസ്ഥികൂടത്തിന് സമീപം 1.5 മാസം മുമ്പ് കാണാതായ ആളുടേതെന്ന് സംശയിക്കുന്ന ട്രൗസറും ചെരുപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെയാണ് ഇയാളുടേതാണ് അസ്ഥികൂടമെന്ന സംശയം ബലപ്പെട്ടത്. കാണാതായ വ്യക്തിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും സ്ഥലത്തെത്തി ഇവയെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമേ മരിച്ചത് അതേ വ്യക്തി തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനാവൂ എന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ ചേർപ്പ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജില്ലയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത്. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ആണ് പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ DG കേരളം പദ്ധതിയുടെ ഭാഗമായാണ് കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് നേട്ടം കൈവരിച്ചത്. മൊബൈൽ ഫോണിന്റെ വരവെന്ന് പറയുന്നത് വിപ്ലവകരമായ സാമൂഹ്യ മാറ്റമാണ് ഉണ്ടായത്. വിവര സാങ്കേതിക സംവിധാനം അനുദിനം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ പഴമ പറഞ്ഞതെല്ലാം മാറ്റിനോക്കി മറ്റു രാജ്യങ്ങൾ നമ്മളെക്കാൾ മുന്നിൽ ചലിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള സംവിധാനം നമ്മുടെ ഓരോ പൗരന്മാർക്കും ഉണ്ടാകും. ഞാൻ ഓർക്കുകയാണ്, ഞാനൊരു മൊബൈൽ ഫോൺ കേരള വനിതാ കമ്മീഷൻ അംഗമായപ്പോൾ 2000-ലാണ്, 2024 അന്ന് 2000 സമൂഹത്തിലെ നാനാതുറയിലുള്ള ജനവിഭാഗങ്ങളും അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരത നേടിയെടുക്കുന്നതിലൂടെ
വിവരസാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ അവർക്കുകൂടി പ്രാപ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായാണ് കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് നേട്ടം കൈവരിച്ചത്. പ്രഖ്യാപന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ സ്വാഗതം ആശംസിച്ചു. ജില്ലയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായ കേരളശ്ശേരി പഞ്ചായത്തിലെ ഭരണസമിതിയെ MLA ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ഗോപിനാഥൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബി ഷാജിദ, OK രാമചന്ദ്രൻ, M രമ, പഞ്ചായത്ത് മെമ്പർമാരായ ടി ഷീല, PC സുധ, PC രാഹുൽ, ബ്ലോക്ക് മെമ്പർ ബി നന്ദിനി, അംഗൻവാടി വർക്കർമാർ, പൊതുപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാഥമികമായി വളണ്ടിയർമാരെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകുകയും പിന്നീട് സർവേ പൂർത്തീകരിക്കുകയും തുടർന്ന് 1270ഓളം പഠിതാക്കളെ കണ്ടെത്തിയ ശേഷം അവർക്ക് പരിശീലനം നൽകിയുമാണ് കേരളശ്ശേരി പഞ്ചായത്ത് ഈ നേട്ടം കൈവരിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സംസ്ഥാനത്ത് ചരക്ക് ലോറികൾ ഒക്ടോബർ 4-ന് പണിമുടക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 24 മണിക്കൂർ പണിമുടക്കെന്ന് ലോറി ഉടമകളുടെ സംഘടന വ്യക്തമാക്കി. ഓൺലൈൻ കേസുകളെടുത്ത് ലോറി ഉടമകളെ ദ്രോഹിക്കുന്നുവെന്നാണ് സംഘടനയുടെ മുഖ്യ പരാതി. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഉയർന്ന ടാക്സാണ് ഈടാക്കുന്നത്. ഡ്രൈവർമാർക്ക് ESI, PF പദ്ധതികൾ ഏർപ്പെടുത്തണം. ചർച്ചകളിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ചരക്ക് നീക്കം പൂർണ്ണമായും സ്തംഭിക്കുമെന്ന് സംഘടന വ്യക്തമാക്കി. സോളിഡാരിറ്റി, പറളി, ഒറ്റപ്പാലം, ചെറുപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റികൾ സംയുക്തമായി യൂത്ത് കഫേ സംഘടിപ്പിച്ചു. കോങ്ങാട് ഹിൽലാൻഡ് പാർക്കിൽ നടന്ന പരിപാടി ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന കമ്മിറ്റി അംഗം ടി ഷാക്കിർ വേളം ഉദ്ഘാടനം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസികൾ എന്ന് പൊതുവെ പറഞ്ഞു പോകുന്നതിന് പകരം വിശ്വാസികളെ കുറിച്ച് ഖുർആൻ നടത്തുന്ന പ്രയോഗം ഒന്ന് ഉമ്മത്ത് എന്നാണ്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സമൂഹമാണ്. എന്താണ് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ? ഖൗമും മഅൽ ഗായ, സവിശേഷമായൊരു ദൗത്യമുള്ള സമൂഹം എന്നാണ് അതിന് പണ്ഡിതന്മാർ പറയുന്ന അർത്ഥം. സോളിഡാരിറ്റി ജില്ലാ സെക്രട്ടറി ME മുഹമ്മദ് നസീഫ് അധ്യക്ഷനായി. സോളിഡാരിറ്റി സംസ്ഥാന കമ്മിറ്റി അംഗം CS ഷാഹിൻ, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് മുഹ്യുദ്ദീൻ, ബഷീർ ഹസൻ നദ്വി, PP മുഹമ്മദ്, അൻഷാദ് കുന്നക്കാവ്, ഏരിയ പ്രസിഡന്റുമാരായ നിജാം കല്ലേക്കാട്, മുഹമ്മദ് മുഫ്ലിഹ്, ജാബിർ വടക്കഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്നവരുടെ സാമ്പത്തിക പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നത് സഹകരണ മേഖലയാണെന്ന് K ബാബു MLA. പാലക്കാട്ട് പോലീസ് സഹകരണ സംഘത്തിന്റെ 27ാം വാർഷിക ജനറൽ ബോഡിയും സുരക്ഷാ ഫണ്ട് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. സ്വകാര്യ പണമിടപാട് കൊള്ളസംഘങ്ങളിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുന്നത് സഹകരണ മേഖലയാണെന്ന് K ബാബു MLA ചൂണ്ടിക്കാട്ടി. ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് സഹകരണ മേഖലയെ താറടിക്കാൻ ആസൂത്രിതമായി ശ്രമം നടക്കുന്നുണ്ട്. സുതാര്യതയാണ് സഹകരണ പ്രസ്ഥാനങ്ങളുടെ മുഖമുദ്ര. സഹകരണ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കുക എന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെയും ആവശ്യമാണെന്നും MLA ചൂണ്ടിക്കാട്ടി. സ്വാഭാവികമായും സഹകരണ സംഘം നാം ഈ കേരളത്തെ ഇന്ത്യയിൽ അപേക്ഷിച്ച് ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ പോകുന്ന ഒരു മേഖലയാണ്. ഈ കേരളത്തിൽ മാത്രം 15,000-ത്തിലധികം വരുന്ന സഹകരണ സ്ഥാപനങ്ങളുണ്ട്. അത് ക്രെഡിറ്റ് സംഘം മുതൽ നമ്മുടെ ഹെൽത്ത് സംഘം വരെ ഉണ്ട്. കുട്ടികളുടെ സഹകരണ സംഘം മുതൽ മുതിർന്ന പ്രായമായവരുടെ സഹകരണ സംഘം വരെ ഉണ്ട്. ജനനം മുതൽ മരണം വരെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബന്ധപ്പെടുന്ന ഒരു മേഖലയായി മാറുന്നതും സഹകരണ മേഖലയാണ്. അത് ഇന്ത്യയിലും ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ചെറുതല്ല. സംഘം പ്രസിഡന്റ് M ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. KAP2 ഡെപ്യൂട്ടി കമാൻഡന്റ് K മണികണ്ഠൻ, DYSP R മനോജ് കുമാർ, P ശശികുമാർ, K രാധ, P മണികണ്ഠൻ, KK കൃഷ്ണൻ, സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച കേരള ട്രാവൽ മാർട്ടിന്റെ ഭാഗമായി ചെറുതുരുത്തി കേരള കലാമണ്ഡലം സാംസ്കാരിക പൈതൃക ടൂറിസത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി കലാമണ്ഡലത്തിന്റെ തനത് ടൂറിസം സാധ്യതകളെ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കേരള കലാമണ്ഡലം ട്രാവൽ മാർട്ടിൽ പങ്കെടുക്കുന്നത്. കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ട്രാവൽ മാർക്ക് എക്സ്പോയിൽ പങ്കെടുക്കുന്നത്. സാംസ്കാരിക പൈതൃക ടൂറിസത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി കലാമണ്ഡലത്തിന്റെ തനത് ടൂറിസം സാധ്യതകളെ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കലാമണ്ഡലം ട്രാവൽ മാർട്ടിൽ പങ്കെടുക്കുന്നത്. സാംസ്കാരിക മൂല്യങ്ങളിലും വിജ്ഞാന മൂല്യങ്ങളിലും സമകാലീന കലാമൂല്യങ്ങളിലും ഊന്നിക്കൊണ്ടുള്ള പദ്ധതിയാണ് കലാമണ്ഡലം വിഭാവനം ചെയ്യുന്നത്.
ഇതിലൂടെ സാംസ്കാരിക പൈതൃക ടൂറിസത്തെ ഒരു അനുഭവമാക്കി മാറ്റാനാണ് കലാമണ്ഡലം ഒരുങ്ങുന്നത്. ടൂറിസം സാധ്യതകൾ വിദേശികളിലും ആഭ്യന്തര ടൂറിസ്റ്റുകളിലും താൽപ്പര്യമുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായി നിരവധി ദേശീയ അന്തർദേശീയ ടൂറിസ്റ്റുകളുമായി സഹകരിക്കുന്നതിന് ധാരണയായി. പരിപാടിയിൽ 2 ദിവസങ്ങളിലായി 180ഓളം വിദേശ ആഭ്യന്തര ടൂറിസം പ്രതിനിധികളുമായി കലാമണ്ഡലം പ്രതിനിധികൾ ചർച്ച നടത്തി. മികച്ച പ്രതികരണങ്ങളാണ് കലാമണ്ഡലം പവലിയന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഓരോ വർഷത്തിലും ആയിരക്കണക്കിന് വിദേശ ആഭ്യന്തര ടൂറിസ്റ്റുകളാണ് കലാമണ്ഡലം സന്ദർശിക്കുന്നതെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ നഗരവനം ഗാന്ധി ജയന്തി ദിനത്തിൽ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ഒക്ടോബർ 8 വരെ പാലക്കാട് ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ ഒറ്റപ്പാലം റേഞ്ചിൽ നിർമ്മിച്ച നഗരവനത്തിൽ പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് സെക്ഷൻ ഓഫ് ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. കേവലമൊരു പാർക്ക് എന്നതിലുപരി കാടിനെയും പ്രകൃതിയെയും കൂടുതൽ അടുത്തറിയുന്നതിനു കൂടിയാണ് നഗരവനം ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്കായുള്ള പാർക്കിൽ 10ഓളം ഉപകരണങ്ങളുണ്ട്. പാർക്കിൽ ഇടവിട്ടിടവിട്ട് സന്ദർശകർക്കായി ഇരിപ്പിടവും ഒരുക്കിയിട്ടുണ്ട്. മാലിന്യം നിക്ഷേപിക്കുന്നതിന് ബിന്നുകളും സ്ഥാപിച്ചു. പാലക്കാട് ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള ഒറ്റപ്പാലം റേഞ്ചിലാണ് ഷൊർണൂരിലെ നഗരവനം. IPT പരിസരത്തെ വനമേഖലയിലാണ് നഗരവനം സജ്ജീകരിച്ചിട്ടുള്ളത്. ഒക്ടോബർ 2-ാം തീയതി നഗരവനം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി 8 വരെ പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഗിരീഷ് അറിയിച്ചു. നഗരവനത്തിന്റെ പ്രവർത്തന സമയം ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. 2023 കേന്ദ്രത്തിന്റെ നഗരവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചെലവിലാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. കഴിഞ്ഞ 28-ന് പാലക്കാട്ട് വെച്ച് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ A. പ്രഭാകരൻ MLA നഗരവനം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. ആദ്യവാരത്തിലെ സൗജന്യ പ്രവേശനത്തിന് ശേഷം കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയുമാണ് നഗരവനത്തിൽ പ്രവേശിക്കാൻ ഈടാക്കുക. ആദ്യഘട്ടത്തിൽ കുട്ടികൾക്കുള്ള പാർക്ക്, ജലസന്ദർശനത്തിനായുള്ള പ്രത്യേക ചെക്ക് ഡാം, 1 കിലോമീറ്റർ ചുറ്റളവിൽ കാടിനെ തൊട്ടറിഞ്ഞു നടക്കാനുള്ള ട്രാക്ക്, നക്ഷത്രവനം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് കൂടി വകയിരുത്തി 2-ാം ഘട്ടത്തിൽ നഗരവനത്തിൽ ഓപ്പൺ തിയേറ്റർ, ഓപ്പൺ ജിം തുടങ്ങിയ സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്നും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുതുതല കോഴിക്കോട്ടരി പോസ്റ്റ് ഓഫീസിന് സമീപം VK ശ്രീകണ്ഠൻ MPയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് നാടിന് സമർപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. MP ഫണ്ടിൽ നിന്ന് 1,54,000 രൂപ ചെലവഴിച്ചാണ് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗം ചന്ദ്രമോഹൻ, വനജ, സന്തോഷ് കുമാർ, KV കബീർ തുടങ്ങിയവർ പങ്കെടുത്തു. കാലപ്പഴക്കത്തെ തുടർന്ന് ജീർണാവസ്ഥയിലായ പറളി പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു നീക്കുന്നു. പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം പ്രത്യേക സാങ്കേതിക സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടത്. ഒക്ടോബർ 8-ന് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള ടെൻഡർ നൽകും. 45 വർഷം പഴക്കമുള്ള കെട്ടിടം മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് പൊളിച്ചു നീക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓഗസ്റ്റ് 8-ന് ഉത്തരവിറക്കിയിരുന്നു. 2022 ഒക്ടോബർ 21-ന് ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി തീരുമാനപ്രകാരം പ്രത്യേക സാങ്കേതിക സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടത്. 32 കടമുറികളാണ് ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ളത്. 2-ാം നിലയിലെ കോൺക്രീറ്റ് മേൽക്കൂരയിൽ ചോർച്ചയുണ്ട്. കെട്ടിടത്തിന്റെ മുകൾ നില അപകടാവസ്ഥയിലാണെന്ന സാങ്കേതിക സമിതിയുടെ നിർദ്ദേശപ്രകാരം നേരത്തെ തന്നെ ഒഴിപ്പിച്ചിരുന്നു. താഴത്തെ നിലയിൽ 20ഓളം വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒക്ടോബർ 1 ചൊവ്വാഴ്ച കെട്ടിടത്തിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ വൈദ്യുതി അധികൃതർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും ഒക്ടോബർ 8-ന് കെട്ടിടം പൊളിച്ചുമാറ്റാൻ ടെൻഡർ നൽകുമെന്നും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC മോഹൻരാജ് അറിയിച്ചു. അതേസമയം ഷോപ്പിംഗ് കോംപ്ലക്സിൽ പതിറ്റാണ്ടുകളായി കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെയും കുടുംബങ്ങളെയും വഴിമുട്ടിക്കുന്ന നിലപാട് അംഗീകരിക്കില്ലെന്നും ബദൽ സംവിധാനം ഒരുക്കാതെ കുടിയൊഴിപ്പിക്കുന്നത് തികച്ചും അനീതിയാണെന്നും വ്യാപാരികളും പറയുന്നു. ഇത് സംബന്ധിച്ച് കോടതിയിൽ കേസും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാർട്ടി യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാത്ത ഭാരവാഹികളെ ഒഴിവാക്കുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. പാലക്കാട് പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങും സ്വീകരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു A. തങ്കപ്പൻ. ഭാരവാഹികൾക്ക് തികഞ്ഞ അച്ചടക്കം വേണമെന്നും വാർഡ് തലത്തിൽ സംഘടനാ പ്രവർത്തനം ശക്തമാക്കണമെന്നും DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ കൊയ്ത്ത് ആരംഭിച്ചിട്ടും നെല്ലെടുക്കുന്ന തീരുമാനത്തിൽ കേരള സർക്കാർ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത്. കർഷകരെ
ദ്രോഹിക്കുന്ന സമീപനം തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും എ തങ്കപ്പൻ പറഞ്ഞു. പിന്നെ എന്നും ഞാൻ പ്രവാസി കോൺഗ്രസിന്റെ രാവിലെ ഒരു മീറ്റിംഗ് പങ്കെടുത്താണ്, വീണ്ടും അതിൽ പങ്കെടുക്കാൻ. അപ്പോൾ ഒന്ന് നമ്മൾ ഓരോ പഞ്ചായത്തിലും അതാത് വാർഡുകളിൽ കമ്മിറ്റി ഉണ്ടാക്കുകയും അവിടെ നിന്ന് അഭിപ്രായം സ്വരൂപിക്കുകയും അവിടെ നിന്ന് ആളുകൾ ഉണ്ടാക്കുകയും അവിടെ അങ്ങനെ തിരികെ ചെയ്ത 100% ജൈവങ്ങളോടെ കിട്ടും. അപ്പൊ ആ വാർഡ് പ്രവർത്തകരുടെ വികാരത്തിനനുസരിച്ച് തന്നെയാണ്. അല്ല അവിടെ ആരും വന്നാലും ഞാൻ കൊടുക്കില്ല, പേടിക്കില്ല, അത് നടക്കില്ല. അപ്പൊ നമ്മളൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം നമ്മുടെ മുന്നിലുള്ള വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സജ്ജമാക്കാനാണ് നമ്മൾ ബ്ലോക്കിന്റെ കമ്മിറ്റികൾ മുഴുവൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ബ്ലോക്ക് നമുക്കറിയാം, നിങ്ങൾ അന്ന് നോക്കണ്ട, അവര് ഇവരും നോക്കണ്ട, എല്ലാവരും നടക്കട്ടെ. നമ്മൾ യോഗത്തിൽ പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി SK അനന്തകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. INTUC ജില്ലാ സെക്രട്ടറി M നടരാജൻ, എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് K രേവതി ബാബു, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് N ശ്രീകുമാർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ഷൈജു സത്യൻ, ഭാസ്കരൻ മാസ്റ്റർ, പാലാഴി ഉദയകുമാർ, D രമേഷ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് H സലീന തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തി മേച്ചേരിക്കുന്നിന് സമീപം ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങി ദിവസങ്ങളായിട്ടും നടപടി എടുക്കാതെ അധികൃതർ. മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് പാതയോരത്ത് കുടിവെള്ളം പാഴാക്കി കളഞ്ഞ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ. ചെറുതുരുത്തി പൈങ്കുളം റോഡ് മേച്ചേരിക്കുന്നിന് സമീപം ദിവസങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴായി പോകുന്നു. ഇതിനെ തുടർന്ന് റോഡിൽ നിന്നും സമീപത്തുള്ള വീട്ടിലേക്കും വെള്ളം ഇറങ്ങിപ്പോകുന്ന അവസ്ഥയാണുള്ളത്. നിരവധി തവണ അധികൃതരോട് വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അതൊരു നേരാക്കണമെന്നില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ എല്ലാ റോഡിലും കാണുന്ന സംഭവമാണ്. ആൾക്കാർക്ക് ഒരു സ്ഥിരമായി എപ്പോഴെങ്കിലും ഈ ബെൻഡില് റെയിൽവേ കഴിഞ്ഞ് വരുമ്പോൾ വണ്ടി പെട്ടെന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുണ്ടിലൊന്ന് ചാടും. കുട്ടികളോടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം അപകടങ്ങൾ ഉണ്ടാവുന്നതും പതിവ് കാഴ്ചയാണ്. കുറേ ദിവസമായി വെള്ളം പൊട്ടിപ്പോകുന്നത് ആ ഭാഗത്ത് എൻ്റെ വീടിൻ്റെ ആ ഭാഗത്താണ് പൊട്ടിപ്പോകുന്നത്. എൻ്റെ അഞ്ച് വ്യത്യസ്ത ഭാഗത്താണ് വിട്ടു പോകുന്നത്. അവിടെ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു, പിന്നെ വാട്ടർ അതോറിറ്റി ദേവനോട് പറഞ്ഞു, മുറിയോട് പറഞ്ഞു, വേറെ പറഞ്ഞു. ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിലേക്ക് വെള്ളം പോയി, അവർ കൂടി ശല്യം ചെയ്യുന്നുണ്ട് ഇവിടെ. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി പെരുമുടിയൂർ ALP സ്കൂളിലെ കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം നടന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോർ VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികൾക്കൊന്നും അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടി വലിയൊരു മുൻകരുതലാണ് സ്റ്റോർ വളരെ സൂക്ഷിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നല്ല ഒരു സ്ഥലത്ത്, ശുചിയായ സ്ഥലത്ത് പാചകം ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ മക്കൾ പഠിക്കുന്നതിനോടൊപ്പം അവരുടെ ആരോഗ്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. ആരോഗ്യ വിദ്യാഭ്യാസമാണ് സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C മുകേഷ് അധ്യക്ഷനായി. പട്ടാമ്പി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ RP ബാബുരാജൻ, ന്യൂൺ മിൽ ഓഫീസർ സുനിൽ ബേബി, സ്കൂൾ മാനേജർ ഗോപാലകൃഷ്ണൻ, മുരളി പെരുമടിയൂർ, ദിനേശൻ, രവീന്ദ്രൻ, വാർഡംഗങ്ങളായ ബുഷ്ര സമദ്, കബീർ, ലതാമണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുതുതല AUP സ്കൂളിലെ ഉച്ചഭക്ഷണ ഹാളിന്റെ ഉദ്ഘാടനവും LSS USS വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. അതുപോലെ അധ്യാപകർ എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു നല്ല ഒരു സംരംഭം ഇവിടെ കുട്ടികൾക്കായി ആരംഭിക്കുന്നതിൽ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. മറ്റ് സ്കൂളുകളൊക്കെ പോയാൽ അവരാദ്യം തരിക ഡൈനിങ് ഹാളിനും കിച്ചനും നിർമ്മിച്ചു തരണമെന്ന് MPക്ക് നിവേദനം തരികയാണ് പതിവ്. അപ്പോൾ ഇത് നിവേദനമൊന്നും എനിക്ക് തരാതെ വളരെ സന്തോഷപൂർവ്വം എന്നെ സ്വീകരിച്ച മാനേജ്മെന്റിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക. മുതുതല AUP സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ച് LSS USS വിജയികൾക്കുള്ള സമ്മാനദാനവും VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ PTA പ്രസിഡന്റ് രവികുമാർ അധ്യക്ഷനായി.
ഹെഡ്മാസ്റ്റർ ശ്രീഹരി, AEO ബാബുരാജ്, മാനേജർ സതീശൻ, PTA, MPTA, SMC പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂരിൽ CPM സമ്മേളനത്തിന്റെ ഭാഗമായി കുടുംബസംഗമവും അനുമോദന സദസ്സും നടത്തി. CPM ലോക്കൽ സെക്രട്ടറി TR ശശി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയിലെ മെമ്പർഷിപ്പിലോ പാർട്ടി അനുഭാവിയിലോ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത പ്രായത്തിലായിരുന്നു. അന്ന് വളണ്ടിയർ ആവുകയും അന്ന് അവരുടെ രക്ഷിതാവ് ഉൾപ്പെടുന്ന കൊച്ചുണ്ണേട്ടനും അവരുടെ രക്ഷിതാവായിട്ടുള്ള രാമൻകുട്ടിയേട്ടനും ഉൾപ്പെടെ ഈ മണ്ണൂർ പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ മണ്ണൂർ പഞ്ചായത്തിലെ ഞാറക്കോടുള്ള രാമൻകുട്ടിയേട്ടനെയും ഞാറക്കോടുള്ള കൊച്ചുണ്ണേട്ടനെയും അതേപോലെ തന്നെ മണ്ണൂർ പഞ്ചായത്തിലെ NC കൃഷ്ണനായരെയും അതേപോലെ തന്നെ മണ്ണൂരിലെ ചാമുണ്ണി മാസ്റ്ററെയും അതുപോലെ തന്നെ NV കൃഷ്ണനിവാരെ പോലുള്ള അതുപോലെ തന്നെ പേഴുകാട് കണ്ടേട്ടനെ പോലെയുള്ള ആദ്യകാല സഖാക്കൾ എന്ന് പറയുന്ന കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ മണ്ണൂർ ഞാറക്കോട് നടന്ന കുടുംബസംഗമത്തിൽ ആദ്യകാല പാർട്ടി പ്രവർത്തകരെയും ദേശീയ വടംവലി മത്സരത്തിൽ സ്വർണം നേടിയ വിദ്യാർത്ഥിനി സ്നേഹയെയും ഉപഹാരം നൽകി ആദരിച്ചു. പരിപാടിയിൽ VK മുരളി അധ്യക്ഷനായി. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, പഞ്ചായത്ത് അംഗം VC പ്രീത, NC രമണി, PK ബാലകൃഷ്ണൻ, K കൃഷ്ണൻ, കൃഷ്ണൻകുട്ടി, PT അപ്പുക്കുട്ടൻ, AK ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒക്ടോബർ 29-30 തീയതികളിലാണ് മണ്ണൂർ ലോക്കൽ കമ്മിറ്റി സമ്മേളനം നടക്കുക. 29-ന് പ്രതിനിധി സമ്മേളനവും 30-ന് പൊതുസമ്മേളനവും നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കരയിൽ CPM ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിന്റെ ഭാഗമായി ആദരിക്കൽ സദസ്സും വിദ്യാർത്ഥികൾക്കായി ക്യൂസ് മത്സരവും സംഘടിപ്പിച്ചു. പരിപാടിയിൽ വെച്ച് ആദ്യകാല പ്രവർത്തകരെ ആദരിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞക്കരയിൽ അനുമോദനവും തെക്കുമുറിയിൽ വിദ്യാർത്ഥികൾക്കുള്ള ക്യൂസ് മത്സരവുമാണ് സംഘടിപ്പിച്ചത്. മഞ്ഞക്കരയിൽ നടന്ന അനുമോദന യോഗം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TR ശശി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എല്ലാ അമ്മമാരെയും അച്ഛന്മാരെയും മുതിർന്ന ആളുകളെയും പഴയ ആളുകളെയും പുതിയ ആളുകളെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ബ്രാഞ്ച് കമ്മിറ്റി പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഇവിടെ മങ്കരക്കകത്ത് ഇപ്പോൾ 26 ബ്രാഞ്ചിനകത്ത് 13 കഴിയാനുണ്ട്. ചടങ്ങിൽ വെച്ച് ആദരിച്ച 30ഓളം ആദ്യകാല പ്രവർത്തകർക്ക് സെക്രട്ടറി ശശി ഉപഹാരവും സമ്മാനിച്ചു. തെക്കുമുറിയിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്വിസ് മത്സര പരിപാടി CK ചെന്താമരാശൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ഞക്കരയിൽ നടന്ന പരിപാടിയിൽ CK ചെന്താമര, OM മോഹൻരാജ്, EP സുരേഷ്, KK സുധാകരൻ, മോഹൻദാസ്, ദേവദാസ്, ഹരിദാസ്, നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. തെക്കുമുറിയിൽ നടന്ന വിദ്യാർത്ഥികൾക്കായുള്ള ക്വിസ് മത്സര പരിപാടി CK ചെന്താമരാശൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിക്ക് സദാശിവൻ, ജനാർദ്ദനൻ, വിഷ്ണു, സജിത്, സോന തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളത്ത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥാപനങ്ങളും ക്ലബ്ബുകളുമായി സഹകരിച്ച് ശുചീകരണ യജ്ഞം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KK ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. വാണിയംകുളം പഞ്ചായത്തിന്റെയും വാണിയംകുളം PK ദാസ് കോളേജ് ഓഫ് നഴ്സിംഗ് NSS യൂണിറ്റിന്റെയും എരുമപ്പെട്ടി ലയൺസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. വാണിയംകുളം പഞ്ചായത്ത് കാര്യാലയം മുതൽ ടൗൺ വരെയായിരുന്നു റോഡിന്റെ ഇരുവശങ്ങളിലും ശുചീകരണം. ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനം പൊതുവായി ഒരു നഗരവൽകൃത പഞ്ചായത്താണ്. നമ്മുടെ സംസ്ഥാനം പൊതുവായി നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മുടെ പഞ്ചായത്താണെങ്കിൽ 2 നഗരസഭയ്ക്ക് നൽകി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ്. കിഴക്കൊറ്റപ്പാലം നഗരസഭയും പടിഞ്ഞാറ് ഷൊർണൂർ നഗരസഭയാണ് അതിർത്തി പങ്കിടുന്നത്. ഡോക്ടർ PF രജന അധ്യക്ഷത വഹിച്ചു. NSS യൂണിറ്റ് ഓഫീസർ ശരവണകുമാർ, ലിജു ജെയിംസ്, ബ്ലെസ്സി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പത്തിരിപ്പാല മൗണ്ട് സീന ITIയിൽ ട്രേഡ് പ്രദർശനമേള സംഘടിപ്പിച്ചു. മൗണ്ട് സീന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. മൗണ്ട് സീന ITIയിൽ ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക്, ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഡ്രാഫ്റ്റ്മാൻ, സിവിൽ തുടങ്ങിയ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരത്തോടെ നടക്കുന്ന NCVT ട്രേഡുകളുടെ ഇൻസ്ട്രുമെന്റ് പ്രദർശനമേളയും ട്രേഡുകളെക്കുറിച്ചുള്ള വിശദീകരണവുമാണ് നടന്നത്.
ഡയറക്ടർ ഓഫ് ലൈഫ് സ്കിൽ സ്റ്റഡീസ് അബ്ദുൽ അസീസ് കളിയത്ത്, ITI പ്രിൻസിപ്പൽ സൽമാൻ ബിൻ അലി, മാനേജർ സിദ്ദിഖ്, ട്രേഡ് ഇൻസ്ട്രക്ടർ ജയപ്രകാശ്, ജാൻസി റാണി, വിപിൻ, വിജേഷ്, ഇർഫാൻ, ആഷിഫ, ഹാരിസ്, വിനീത, ഷബീഹ, മുബഷിറ, രമണി, രാജലക്ഷ്മി തുടങ്ങിയവരും വിവിധ ട്രേഡുകളിലെ വിദ്യാർത്ഥികളും നേതൃത്വം നൽകി. മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂളിലെ 300ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും മേളയിൽ പങ്കെടുത്തു. ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഹൗസ് വയറിംഗ്, ഇൻഡസ്ട്രിയൽ വയറിംഗ്, DC മോട്ടോർ, AC മോട്ടോർ, DC ജനറേറ്റർ, AC ജനറേറ്റർ, ട്രാൻസ്ഫോമറുകൾ, ബാറ്ററി എന്നിവയും മറ്റു ഉപകരണങ്ങളും പ്രദർശനം നടത്തി. സ്വിച്ച് ട്രേഡിൽ ലേത്ത് മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡിംഗ് മെഷീൻ, ഹൈഡ്രോളിക് ആൻഡ് ന്യൂമാറ്റ് എന്നിവയും മറ്റു ഉപകരണങ്ങളും പ്രദർശനം നടത്തി. മെക്കാനിക്കൽ, ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രേഡിൽ വാഹനത്തിന്റെ എഞ്ചിൻ ഭാഗങ്ങളും, ഗിയർ ബോക്സ്, സ്റ്റാർട്ടിംഗ് മോട്ടോർ, ഓൾട്ടർനേറ്റർ, സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്, ബാറ്ററി ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ്, പവർ വിൻഡോ, വയറിംഗ് സിസ്റ്റം എന്നിവയ്ക്ക് പുറമെ നൂതന സംവിധാനമായ സ്കാനിംഗ് ടൂൾ, മറ്റു ഉപകരണങ്ങൾ എന്നിവ പ്രദർശിപ്പിച്ചു. ഡ്രാഫ്റ്റ്മാൻ സിവിൽ ട്രേഡിൽ ഡ്രോയിംഗ് ഉപകരണങ്ങൾ, സർവേ ഉപകരണങ്ങളായ ടോട്ടൽ സ്റ്റേഷൻ, തിയോഡലൈറ്റ്, ഡംബി ലെവൽ, പ്ലെയിൻ ടേബിൾ, പ്രിസ്മാറ്റിക് കോമ്പസ്, ചെയിൻസ് തുടങ്ങിയ ഉപകരണങ്ങൾ, ഓട്ടോകാഡ് വിത്ത് 3D മോഡൽസ് എന്നിവയും പ്രദർശനം നടത്തി. നിരവധി വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകരും പ്രദർശനമേള കാണാനെത്തി. ശേഷം വിദ്യാർത്ഥികൾ ഓരോ ബാച്ചായിട്ട് 25 വീതം അടങ്ങുന്ന വിദ്യാർത്ഥികൾ, 300ഓളം വിദ്യാർത്ഥികൾ ബാച്ചായിട്ട് മൗണ്ട് സീന ITIയിലുള്ള 4 ട്രേഡുകൾ, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ഓട്ടോ ഇലക്ട്രിക്കൽ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഈ 4 NCVTയുടെ ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓൾ കേരള കാള വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം ചെർപ്പുളശ്ശേരിയിൽ നടന്നു. VK ശ്രീകണ്ഠൻ MP യോഗം ഉദ്ഘാടനം ചെയ്തു. OP ബാലൻ അധ്യക്ഷത വഹിച്ചു. ബാബുരാജ് എഴുവന്തല മുഖ്യപ്രഭാഷണം നടത്തി. കൃഷ്ണദാസ് കണയം, VS അനന്തു, OK സൈതലവി, രാഹുൽ വണ്ടുന്തറ, സന്തോഷ് കുറുവട്ടൂർ, OP വേണുഗോപാൽ, ബാബുരാജ് മഞ്ചക്കൽ, വിജിൽ കുമാർ മാരായമംഗലം, അനന്തനാരായണൻ, ബാബു കാരാട്ടുകുറിശി, സുരേഷ് ബാബു, സുബ്രഹ്മണ്യൻ വളാഞ്ചേരി, സുജി പാറൽ, ഉണ്ണി വീരമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ശ്രീദുർഗ ഓഡിറ്റോറിയത്തിലാണ് ജനറൽ ബോഡി യോഗം ചേർന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ പരുത്തിപ്ര ഗവൺമെന്റ് സ്കൂളിൽ പോഷകാഹാര ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ പോഷൻ മാ 2024 പദ്ധതിയുടെ ഭാഗമായാണ് കുട്ടികൾക്ക് പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അനീമിയയെക്കുറിച്ചും ബോധവൽക്കരണം നടത്തിയത്. VA അജിത ക്ലാസ് എടുത്തു. അധ്യാപികമാരായ ഉഷ സ്വാഗതവും ചാന്ദിനി നന്ദിയും പറഞ്ഞു. കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം നടന്നു. ബാങ്ക് പ്രസിഡന്റ് P. രഞ്ജിത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു 2024 വർഷത്തെ പൊതുയോഗം. സ്റ്റുഡൻസ് മാർക്കറ്റുകളും അതുപോലെ തന്നെ മറ്റ് വിശേഷ അവസരങ്ങളിലെല്ലാം തുണിയുടെ മാർക്കറ്റ് ഓണവുമായി ബന്ധപ്പെട്ട് നടത്തി. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു ബാങ്കായി മാറണം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കാർഷിക മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുടെ കർഷകർ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ അവരുടെ പണിക്കാരെ കിട്ടാത്തൊരു സാഹചര്യം, പണിക്കാരെ കിട്ടിയാൽ തന്നെ അവർക്ക് കൃത്യമായി അവരുടെ കാര്യങ്ങൾ നടത്താൻ കഴിയാത്തൊരവസരം. പൊതുയോഗത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് P. അബ്ദുൾ റസാഖ് സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി വിനോദ് മേനോൻ ഭരണ റിപ്പോർട്ടും ചീഫ് അക്കൌണ്ടന്റ് K. ശ്രീപ്രഭ വരവ് ചെലവ് കണക്കും, ബ്രാഞ്ച് മാനേജർ KV സതി സപ്ലിമെന്ററി ബജറ്റും ഇന്റേണൽ ഓഡിറ്റും, C. ബിനു കരട് ബജറ്റും, ഡയറക്ടർ PA പത്മജ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. P. രഞ്ജിത്ത് ഓഡിറ്റ് റിപ്പോർട്ട് വായിച്ചു. വായ്പ കൃത്യമായി തിരിച്ചടച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. C. ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത ഉപഭോക്താക്കൾക്ക് ടെലിവിഷൻ സമ്മാനമായി നൽകി. ചടങ്ങ് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കവിത ഗോൾഡ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സലീം അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് PP. അബ്ദുൽ ലത്തീഫ്, ജനറൽ സെക്രട്ടറി KP. മുഹമ്മദ് സലീം, ട്രഷറർ KT. സുരേഷ് ബാബു, വനിതാ വിംഗ് പ്രസിഡന്റ് പ്രീത, കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജർമാരായ V. മനോജ്, CR. ശിവപ്രസാദ്, ജോഫിൻ തോമസ്, A. മുഹമ്മദ് യൂനസ്, KP. നവാസ്, മാർക്കറ്റിംഗ് മാനേജർ TM. അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു. 5 പേർക്കാണ് TV സമ്മാനമായി നൽകിയത്. ഹരിദാസൻ കോതയൂർ, ഉഷ പനമണ്ണ, ബഷീർ വരോട്, വാസുദേവൻ പനയൂർ, സൗദാബി പട്ടാമ്പി എന്നിവർക്കാണ് നറുക്കെടുപ്പിലൂടെ സമ്മാനം ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ,
ഒറ്റപ്പാലം. ഒറ്റപ്പാലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് നൽകുമെന്ന് ചെയർമാൻ ജാഫർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2025 ജനുവരി 30 മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. കോവിഡ്, പ്രളയം എന്നിവ മൂലം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പുരസ്കാര സമർപ്പണം നടന്നിട്ടില്ല. ചലച്ചിത്ര മേഖലയിലെ വിവിധ ശാഖകളിൽ നൽകിയ സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് നൽകുന്നത്. ധ്യാനത്തിലിരിക്കുന്ന ഗാന്ധിജിയുടെ മുഖം ആലേഖനം ചെയ്ത ഫലകവും 1,00,000 രൂപയുമാണ് പുരസ്കാരം. പുരസ്കാര സമർപ്പണം 2025 ജനുവരി 30 മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കുമെന്നും ജാഫർ ജി പറഞ്ഞു. ജനനന്മ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പുരസ്കാരം നൽകി ആദരിച്ചു വരുന്നു. മലയാള ചലച്ചിത്ര മേഖലയിൽ രചനാ വൈഭവങ്ങളിലൂടെ സംഗീതത്തിൽ ഹൃദയഭംഗി ചാർത്തിയ കവിയും സംവിധായകനും നിർമ്മാതാവുമായ ഒരു ബഹുമുഖ പ്രതിഭയാണ് ശ്രീകുമാരൻ തമ്പി. 7ാമത്തെ 2021 ജനനന്മ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ട്രസ്റ്റ് വൈസ് ചെയർമാൻ പുന്നടയിൽ രവി, സെക്രട്ടറി AN ഗോപകുമാർ, സംസ്കൃതി ട്രഷറർ രാജേഷ് അടയ്ക്കാപ്പുട്ടൂർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേ തീരുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സർക്കാരിനെക്കുറിച്ചും നയങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കുന്ന ആളായിരിക്കണം ADGP. RSS പ്രമാണിമാരെ നിരന്തരം സന്ദർശിച്ച് കിന്നാരം പറയുന്ന ഒരാൾ ADGP പദവിയിൽ ഇരിക്കാൻ അർഹനല്ലെന്നും ബിനോയ് വിശ്വം. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിൽ KICBക്ക് വീഴ്ചയില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ വൈദ്യുതി വിതരണത്തിൽ KICB പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ടെന്നും മന്ത്രി. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ ഒറ്റപ്പാലം സ്വദേശിയെ കബളിപ്പിച്ച് 8.5 ലക്ഷം രൂപയുടെ തട്ടിപ്പ്. മാട്രിമോണിയൽ പോർട്ടൽ വഴി നടത്തിയ തട്ടിപ്പിനിരയായത് റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥൻ. പണം ആഗ്ര, നോയിഡ എന്നിവിടങ്ങളിലെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് പോയതെന്ന് പോലീസ് കണ്ടെത്തി. അക്കൌണ്ട് നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു. ആശാവർക്കർമാർക്ക് വേതനം നൽകാതെ അധിക ജോലിയെടുപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിലേക്ക് ആശാ വർക്കേഴ്സ് യൂണിയൻ CITU മാർച്ച്. വേതന വർധനവ് ഉൾപ്പെടെ ആശാപ്രവർത്തകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തീർത്തും ന്യായമെന്നും EN സുരേഷ് ബാബു. അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. ഫണ്ടുകൾ വെട്ടിക്കുറച്ച് പ്രാദേശിക വികസനത്തെ പ്രതിസന്ധിയിലാക്കുന്നു. പുതനൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ ധർണ. സംസ്ഥാനത്ത് ഒക്ടോബർ 4 ചരക്ക് ലോറികളുടെ സൂചനാ പണിമുടക്ക്. ഓൺലൈൻ കേസുകളെടുത്ത് ലോറി ഉടമകളെ ദ്രോഹിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ഡ്രൈവർമാർക്കായി ESI PF പദ്ധതികൾ നടപ്പാക്കണമെന്നും മുഖ്യ ആവശ്യം. 24 മണിക്കൂർ പണിമുടക്കിയതിനു ശേഷവും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ ചരക്ക് നീക്കം പൂർണ്ണമായും സ്തംഭിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ്. കാടിനെയും പ്രകൃതിയെയും അറിയാൻ ഷൊർണൂരിലെ നഗരവനം. 40 ലക്ഷം രൂപ ചെലവിൽ കൊളപ്പുള്ളി IPT പരിസരത്തേക്ക് വനമേഖലയിൽ ഒരുക്കിയ നഗരവനം ഗാന്ധി ജയന്തി ദിനത്തിൽ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ഒക്ടോബർ 8 വരെ പ്രവേശനം സൗജന്യം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.